മാറ്റങ്ങൾ ലോകത്ത് എല്ലാ കാലത്തും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഫോണുകളല്ല നമ്മുടെ ആരുടെ കയ്യിൽ ഇന്നുള്ളത്. 10 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ഒരു ഭക്ഷണ സിസ്റ്റമല്ല നമ്മളാരും ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന യാത്രാ സൗകര്യങ്ങളോ യാത്രാ സംവിധാനങ്ങളോ അല്ല ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അങ്ങാടികളിലേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന അതേ കാഴ്ചകളോ അതേ ഷോപ്പുകളോ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. മാറാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ആ ബെഞ്ചും ഡെസ്കുകളും തന്നെയാണുള്ളത്. ചെറിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എത്രത്തോളം സമൂഹവും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾക്കൊണ്ടു എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായിരുന്നാലും സ്ട്രാറ്റജികൾ മാറുമ്പോഴേ റിസൾട്ടുകൾ ഉണ്ടാവും. ഒരേ കാര്യം ചെയ്യുകയും വ്യത്യസ്തമായ റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലിയർ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുതിയ കുട്ടികളെ പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്ന് നമ്മൾ മടുത്തു എന്ന് പറഞ്ഞ് പിന്മാറുകയല്ല ഒരിക്കലും പരിഹാരം എന്നത്. അവിടെ പരിഹാരം അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ സഫർ ചെയ്യുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അത് കണ്ടെത്തിയിട്ട് അവിടെ ഒരു സൊല്യൂഷൻ കൊടുക്കുകയും അവരെ നല്ലൊരു മേഖലയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയിച്ച അധ്യാപകരായി മാറാൻ നമുക്ക് സാധിക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ.